ദിവ്യ, അജു, ഞാൻ ഞങ്ങളായിരുന്നു ഒറിജിനൽ മൂവർ സംഘം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ്. ഒന്നും പറയാനില്ല ഗൈസ്, ഇവരാണെന്ന് എന്റെ വീട്ടിൽ വന്നത്. ഇവരാണ് പറയാനുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എനിക്ക് മൂന്നാമത്തെ ഒരു സർപ്രൈസ് തരാൻ പറഞ്ഞു, അതുവരെ പറ്റിച്ചു. കിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ സർപ്രൈസും കിട്ടില്ലായിരുന്നു. മൂന്നാമത്തെ സർപ്രൈസ് ഇവർ തന്നില്ല ഗൈസ്, പറ്റിച്ചു. ഇമോഷണൽ ആയിട്ട് ഒന്ന് സർപ്രൈസ് തരാതെ പോകാൻ പറ്റുന്ന ആരും വിചാരിക്കണം. ഇവരെ പറ്റിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഗൈസ്. എന്റെ സർപ്രൈസ് കിട്ടാതെ ഞാൻ ഒന്നും പറയും. ആരും കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് കാണും ഗൈസ്. നിങ്ങൾക്ക് ഞാനുണ്ട്, ഞാൻ മാത്രം ഇതേ പറയാ. ഇവ വന്നില്ലെങ്കിൽ ഞാൻ വരൂല. ഞാൻ വരും. ഇവനെങ്ങാനും ശനിയാഴ്ച എന്നെ പറ്റിച്ചാൽ ഇനി ഒരു ഒറ്റ ഇന്റർവ്യൂവിനെ ഇവര് വിളിച്ചാൽ ഞാൻ പോകില്ല. അബ്ജു നിസാമിന്റെയും പിന്നെ ഷെബിൻ എഗ്നലിന്റെയും ഫോളോവേഴ്സ് ഇത് ശ്രദ്ധിക്കുക. ഇവര് ഉഡായിപ്പുകളാണ്. ടീച്ചർ പാട്ട് എടുത്തേറ്റെ. വളർന്നു വരുന്ന പിള്ളേർക്കൊന്നും നമ്മളൊന്നും വേണ്ട. ആരെന്നെ ഫോളോ ചെയ്യുന്നില്ല. ഈ 1,00,000 ഫോളോവേഴ്സ് ഒക്കെ എവിടെ? കൊല്ലത്തുള്ള ഒരാളാ. കൊല്ലം പങ്കാളികളാണ്. ഉഡായിപ്പ്. ഇവ വന്നില്ലെങ്കിൽ ഞാനും വരില്ല. ഇന്റർവ്യൂ ക്യാൻസൽ. എന്താണ് ചിഞ്ചോ മഞ്ചോ കുഞ്ചു ആ കുഞ്ഞുള്ളൂ. കൊണക്കണ ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് നോക്കാവോ? ഉണ്ടെങ്കിൽ അവിടെ പാട്ട് പാടി തരും. നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് സാറേ? എന്താ പറയാനുള്ളത്? നിനക്ക് എല്ലാവിധ ആശംസകളും തന്നെ പറയാനുള്ളത്. സാർ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടിച്ചു പൊളിക്കും. അപ്പം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പഴാ വരുന്നത്. അപ്പൊ എന്തെങ്കിലും വീട്ടിലോട്ട് എത്ര വീട്ടിൽ